എല്ലാവർക്കും നമസ്കാരം. എന്നെ അറിയാത്തവർക്കായി ഞാൻ സ്വയം പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജിനേഷ്. ഞാൻ പുൽഗാവ് ബദ്ലാപൂർ മലയാളി സമാജത്തിൻ്റെ പ്രസിഡൻ്റാണ് കഴിഞ്ഞ 2023 മുതൽ. ഈ ഒരു അവസരത്തിൽ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നത് വേറൊന്നും കൊണ്ടല്ല. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ജനുവരി 18-ാം തീയതി നമ്മുടെ സമാജത്തിൻ്റെ ആനുവൽ ഫംഗ്ഷൻ ആയിരുന്നല്ലോ. അപ്പോൾ അതിൽ നിങ്ങളെല്ലാവരും പങ്കെടുത്തു, അത് വിജയിപ്പിച്ചു. അതിൽ വളരെയധികം നന്ദി. പക്ഷേ ആ പരിപാടിക്ക് ശേഷം പലരും ഒരു അഭിപ്രായം എന്നെ അറിയിച്ചു. അതായത് പരിപാടിയിൽ വെച്ച് അധ്യക്ഷനായ ജിനേഷ് ഒന്നും സംസാരിച്ചില്ല എന്ന് പറഞ്ഞു. തീർച്ചയായും എനിക്കും നല്ല ആഗ്രഹമുണ്ടായിരുന്നു ആ പരിപാടിയിൽ നിങ്ങളെയൊക്കെ അഭിസംബോധന ചെയ്യണമെന്ന്. കാരണം വർഷത്തിലൊരിക്കൽ മാത്രമേ എല്ലാവരെയും ഒരുമിച്ച് ഒരു അവസരത്തിൽ ഇങ്ങനെ കിട്ടുകയുള്ളൂ. അപ്പോൾ ആ അവസരത്തിൽ നമ്മുടെ സമാജത്തിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളും അതുപോലെ ഇനി അങ്ങോട്ടുള്ള ഭാവി പരിപാടികളെക്കുറിച്ചും നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയൊരു അവസരം ആണത്. അതുകൊണ്ട് തന്നെ ഞാൻ ചില്ലറ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് ഒരു കുറിപ്പൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ച് സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നടന്നില്ല, ഒരു അവസരം വന്നില്ല, കിട്ടിയില്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. അല്ലാതെ അറിഞ്ഞുകൊണ്ട് പിന്നോട്ട് മാറിയതോ ഉൾവലിഞ്ഞതോ അല്ല. അപ്പോൾ പലരും പറയുന്നത് ഇത് പറയാതെ എന്തെങ്കിലും പറയാൻ ശ്രമിക്കുന്നതാണോ എന്ന രീതിയിലൊക്കെ ആൾക്കാർ ചോദിച്ചു. അങ്ങനെയൊന്നുമല്ല, ദയവ് ഇത് തെറ്റിദ്ധരിക്കരുത്. പൂർണ്ണ ഊർജ്ജസ്വലതയോടുകൂടി തന്നെ ഇതിൻ്റെ എല്ലാം പിറകിൽ ഞാനടക്കം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു അഭിപ്രായം വന്നതുകൊണ്ട് തന്നെ അന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇപ്പോൾ ഈ മാധ്യമത്തിലൂടെ നിങ്ങളോട് പറയുകയാണ്. കാരണം ഇന്ന് നമുക്ക് പല വേദികളും പല പ്ലാറ്റ്ഫോമുകളും ഉണ്ട് ആൾക്കാരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു മാധ്യമത്തിലൂടെ, യൂട്യൂബിലൂടെ ഞാൻ അന്ന് പറയാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നിങ്ങളോട് ഇന്ന് പറയുകയാണ്. ഈ ഒരു ശാന്തമായ അന്തരീക്ഷം ഇവിടെ കിട്ടായപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ കാറിലിരുന്നുകൊണ്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചത്. ആദ്യമായി തന്നെ നമ്മുടെ വാർഷികാഘോഷം വിജയിപ്പിക്കാൻ വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച നമ്മുടെ സെക്രട്ടറി സാറിന് ഞാൻ അഭിനന്ദനങ്ങൾ അർഹിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മളൊരു പ്രതിഫലമില്ലാതെ ചെയ്യുന്ന ഈ ഒരു പൊതുസേവനത്തിന് പലതരം ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ നമ്മുടെ വ്യക്തിപരമായ കുടുംബത്തോടുകൂടിയും അതുപോലെ ജോലിയുടെ സംബന്ധിച്ചും ചിലവഴിക്കേണ്ട സമയങ്ങളിലാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ളൊരു വലിയ പരിപാടി വിജയിപ്പിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടി അഹോരാത്രം പ്രയത്നിച്ച അദ്ദേഹത്തിനും അതുപോലെ തന്നെ നമ്മുടെ കമ്മിറ്റിയിലുള്ള മറ്റുള്ള അംഗങ്ങൾക്കും ഞാൻ നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. അതുകൂടാതെ തുടക്കത്തിൽ തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ സ്ത്രീശക്തിയുടെ ആൾക്കാരോടാണ്. സ്ത്രീശക്തി വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ് ഇപ്രാവശ്യം നിറവേറ്റിയത്. കഴിഞ്ഞ സിൽവർ ജൂബിലിയുടെ സമയത്തും അവർ 400 പേരുടെ ഭക്ഷണം ഉണ്ടാക്കി നൽകിയിരുന്നെങ്കിലും അന്ന് നമ്മുടെ കമ്മിറ്റി അംഗം തന്നെയായ ചന്ദ്രേട്ടൻ അവർക്ക് സഹായത്തിനുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യത്തെ അവർ ഭക്ഷണം ഉണ്ടാക്കിയത് ആരുടെയും സഹായം ഇല്ലാതെ അവരുടെ തന്നെ ആൾക്കാർ മുന്നിട്ടിറങ്ങിയിട്ടായിരുന്നു. കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാകാം. പക്ഷേ ഏതായാലും ഇത്രയും വലിയൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഭംഗിയായി നടപ്പിലാക്കി എന്നുള്ളത് തികച്ചും അഭിനന്ദനാർഹമായ കാര്യം തന്നെയാണ്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ ഒരു മലയാളി സമാജം ഒരു വാർഷികാഘോഷം എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു സദസ്സിലും വേദിയിലുമായി നമ്മളിപ്പോൾ കണ്ടുമുട്ടുന്നു. പക്ഷെ ഞാൻ പലപ്പോഴും ഇതിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. ഭാവിയിൽ നമ്മുടെ സമാജങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാവുമോ? നമ്മുടെ കുട്ടികളും അവരുടെ കുട്ടികൾക്കുമൊക്കെ ഭാഷ അറിയുമോ? മലയാളം പറയുമോ, സംസാരിക്കുമോ? മലയാളി എന്നുള്ള രീതിയിലുള്ള ഒരു കൂട്ടായ്മ ഇനി എത്ര വർഷം നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കെപ്പോഴും ഒരു ആകാംക്ഷ, ഒരു ടെൻഷൻ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണിത്? അപ്പോൾ നമ്മളിപ്പോൾ ഒരു മലയാളി സമാജം എന്നുള്ള രീതിയിൽ നമ്മുടെ പ്രാഥമിക കർത്തവ്യം നമ്മുടെ ഭാവി സുരക്ഷിതമാക്കുക എന്നുള്ളതാണ്. ഭാവിയിലേക്ക് നമ്മുടെ സമാജവും നമ്മുടെ ഈ കൂട്ടായ്മയും നിലനിർത്താൻ വേണ്ടി നമ്മളിപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പം അല്ലേ 10 വർഷത്തിന് ശേഷം നമുക്ക് ഭക്ഷണം വേണമെങ്കിൽ ഇന്ന് തന്നെ മരങ്ങളും തൈകളും നടണം അല്ലേ? അപ്പം അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു മലയാളി സമാജം എന്നുള്ള രീതിയിൽ നമ്മളെ കൂട്ടിയിണക്കുന്ന ബേസ് എന്ന് പറയുന്നത് നമ്മുടെ ഭാഷയാണ്.
അത് ഞാൻ എവിടെ പോയാലും എപ്പോൾ സംസാരിക്കുമ്പോഴും പറയുന്ന ഒന്നാമത്തെ കാര്യം നമ്മുടെ ഭാഷയാണ്. നമ്മുടെ ഭാഷയില്ലാതെ നമ്മളെ മലയാളി എന്നുള്ള അസ്തിത്വമില്ല. പല രീതിയിലും പല വിധത്തിലും ആൾക്കാർ കൂടിച്ചേരുന്നുണ്ട്. ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, രാഷ്ട്രീയത്തിൻ്റെ പേരിൽ, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി, ഇപ്പം ഓടുന്നവരുടെ കൂട്ടായ്മ, പർവ്വതം കയറുന്നവരുടെ കൂട്ടായ്മ, പാട്ട് പാടുന്നവരുടെ കൂട്ടായ്മ, പല രീതിയിലുള്ള കൂട്ടായ്മകളുണ്ട്. നമ്മുടെ കൂട്ടായ്മയുടെ അടിസ്ഥാനം എന്താണ്? നമ്മുടെ ഭാഷയാണ്. പക്ഷേ ആ ഭാഷ നിലനിർത്താൻ വേണ്ടി നമ്മൾ എത്രമാത്രം പ്രയത്നിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മളൊരു ഇപ്പോൾ ഉള്ള നമ്മുടെ ഈ ബദ്ലാപൂരിലുള്ള 20 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ചെറുപ്പക്കാരിൽ എത്ര പേർക്ക് മലയാളം അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ, അതായത് എഴുതാനും വായിക്കാനും അറിയുന്ന രീതിയിലാണ് ഞാൻ ചോദിക്കുന്നത്. അത് വളരെ ചെറിയൊരു ശതമാനമായിരിക്കും. പക്ഷേ നമ്മൾ 10-11 വർഷം മുന്നേ മലയാളം മിഷനൊക്കെ തുടങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ, അതായത് നമ്മുടെ ഇവിടെയുള്ള ആൾക്കാരിൽ, ചെറുപ്പക്കാരിലും കുട്ടികളിലും വളരെ ചെറിയൊരു ശതമാനം മാത്രമേ മലയാളം പഠിക്കാനായി മുന്നോട്ട് വരുന്നുള്ളൂ എന്നുള്ളതാണ് വസ്തുത. ഈ ഒരു അവസരത്തിൽ ഞാൻ വേറൊരു നാട്ടിലുള്ള ഒരു ഉദാഹരണം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ നാട് കൈവരിച്ച ഒരു മഹത്തായ നേട്ടം എന്ന് പറയുന്നത് സാക്ഷരതയാണ്, അല്ലെ? 100% ലിറ്ററസി, സാക്ഷരത കൈവരിച്ച ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലം എന്തായിരുന്നു? 1989 E.K. നായനാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ഈ സമ്പൂർണ്ണ സാക്ഷരത എന്നുള്ളൊരു യത്നത്തിന് തുടക്കം കുറിച്ചത്. 1989 എറണാകുളം ജില്ലയിൽ അത് പൈലറ്റ് നടത്തി. അത് വിജയിച്ചു, മറ്റുള്ള ജില്ലകളിലും വ്യാപിപ്പിച്ചു. 1991 ഏപ്രിൽ മാസം കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചതായി പ്രഖ്യാപിച്ചു. അതിനുശേഷം 92 പിന്നെ കെ കരുണാകരൻ മന്ത്രിസഭ വന്നപ്പോൾ സാക്ഷരതാ മിഷനും സ്ഥാപിച്ചു. കാരണം ഇത് നിലനിർത്തലും പ്രധാനമാണ്. ഒരു പ്രാവശ്യം എല്ലാവരെയും പഠിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പിന്നെയും അവർ പിന്നോട്ടടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് സാക്ഷരതാ മിഷൻ തുടങ്ങി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പഠിക്കുന്ന സമയത്തായിരുന്നു. എൻ്റെ അച്ഛനൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ അച്ഛൻ എൻ്റെ കൈയും പിടിച്ച് രാത്രി മെഴുകുതിരിയൊക്കെ കത്തിച്ച് ചൂട്ടൊക്കെ കത്തിച്ച് അടുത്തുള്ളൊരു കുറച്ച് സ്ഥല സൗകര്യമുള്ളൊരു വീട്ടിൽ പോയി അവിടെയുള്ള പ്രായമുള്ളവരൊക്കെ മലയാളം പഠിപ്പിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അന്നേരം വൈദ്യുതിയൊന്നും ഇല്ലായിരുന്നു നമ്മുടെ നാട്ടിൽ. ചിമ്മിണിക്കൂടിൻ്റെ വെളിച്ചത്തിലായിരുന്നു അന്നേരം പഠനം നടന്നിരുന്നത്. അപ്പോൾ ആ സാക്ഷരതാ മിഷൻ കേരള സർക്കാർ ജീവനക്കാർ മുഴുവൻ ഏറ്റെടുത്ത് നടത്തി വിജയിപ്പിച്ച ഒരു സംരംഭമായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് അഭിമാനിക്കാവുന്ന മറ്റൊരു നേട്ടമാണ് കഴിഞ്ഞ വർഷം 2025 നമ്മൾ ഡിജിറ്റൽ ലിറ്ററസിയിലും 100% കൈവരിച്ചു എന്നുള്ള വലിയൊരു നേട്ടം. അത് നമ്മൾ തിരുവനന്തപുരത്തെ ഒരു പഞ്ചായത്തിൽ നടത്തി പൈലറ്റ് ചെയ്തു, വിജയിച്ചു. അത് കേരളത്തിൽ മൊത്തം വ്യാപിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ ഒരു സാക്ഷരതാ മിഷൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുംബൈയിലും ഇപ്പോൾ ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഏത് സാക്ഷരതയാണ്? മലയാളം സാക്ഷരതയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതൊരു ലക്ഷ്യമായി നമുക്ക് എന്തുകൊണ്ട് ഏറ്റെടുത്തുകൂടാ? മുംബൈയിൽ ബദ്ലാപൂർ അതിനുവേണ്ടി ഒരു പൈലറ്റായി നമുക്ക് എന്തുകൊണ്ട് ഏറ്റെടുത്തുകൂടാ? അതായത് ബദ്ലാപൂരിലുള്ള എല്ലാ മലയാളികൾക്കും മലയാളം അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടി നമ്മളൊരു മഹായജ്ഞം തന്നെ നടത്തും എന്ന് നമുക്ക് എന്തുകൊണ്ട് തീരുമാനിച്ചുകൂടാ? മുംബൈയിലെ എല്ലാ മലയാളികൾക്കും നമ്മളൊരു മാതൃകയായിക്കൂടെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങളെല്ലാവരും സഹകരിച്ച ഒരു സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞം ബദ്ലാപൂരിൽ നടത്താൻ നമുക്ക് സാധിക്കും. നമുക്കിപ്പോൾ ഈസ്റ്റിലും വെസ്റ്റിലും 2 ക്ലാസ്സുകളുണ്ട്. ഈ 2 ക്ലാസ്സുകളിലുമായി നിങ്ങളെല്ലാ കുട്ടികളെയും ചേർക്കുക. അതായത് 10ാം ക്ലാസ്സിൽ താഴെയുള്ള എല്ലാ കുട്ടികളെയും നിങ്ങൾ മലയാളം ക്ലാസ്സിൽ ചേർക്കുക. അവർക്ക് രസകരമായ രീതിയിൽ, വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ. തീർച്ചയായും നിങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റും, അവർ മടുത്ത് ഈ ക്ലാസ്സുകളിൽ നിന്നും പിന്മാറില്ല എന്നുള്ളത്. അതാണ് എനിക്ക് ഒന്നാമത് പറയാനുള്ളൊരു കാര്യം. ഇനി അതുപോലെ തന്നെ യുവാക്കളെ നമ്മൾക്ക് മലയാളം പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അവർക്ക് ഈ ചെറിയ കുട്ടികളുടെ പഠന രീതി ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ വേറൊരു പഠന രീതി അവലംബിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ അതിലേക്ക് നിങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു മാസത്തെ ക്രാഷ് കോഴ്സിലൂടെ എല്ലാ യുവാക്കളെയും നമുക്ക് മലയാളം പഠിപ്പിക്കാൻ സാധിക്കും. അത് നമ്മളൊരു 3-4 പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ 30 വയസ്സിൽ താഴെയുള്ള അല്ലെങ്കിൽ അതിൽ മുകളിലുള്ളവരായിക്കോട്ടെ എല്ലാവരെയും കവർ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അത് ഈസ്റ്റിലും വെസ്റ്റിലുള്ള മലയാളം ക്ലാസ്സിലെ അധ്യാപകരും, പിന്നെ ഇതിന് പഠിപ്പിക്കുമ്പോൾ മലയാളം ക്ലാസ്സിലെ അധ്യാപകർ തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് ആർക്കും ഇതിനു വേണ്ടി വളണ്ടിയർ ചെയ്യാൻ മുന്നോട്ട് വരാൻ തയ്യാറാണെങ്കിൽ നിങ്ങളൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോ കുടുംബ മേഖലകളുണ്ട്. ആ മേഖലകളിൽ വെച്ച് മലയാളം ക്രാഷ് കോഴ്സ് നടത്തി എല്ലാവരെയും മലയാളം പഠിപ്പിക്കാൻ നമുക്ക് പറ്റണം. കാരണം
മലയാളമാണ് നമ്മുടെ അടിസ്ഥാനം, മലയാളമാണ് നമ്മുടെ അമ്മ. അതില്ലെങ്കിൽ നമ്മളില്ല, നമ്മുടെ ഈ കൂട്ടായ്മയില്ല, നമ്മുടെ ഈ സമാജമില്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താ, നമ്മൾ മലയാളം പഠിച്ചു കഴിഞ്ഞാലും മലയാളികൾ എന്നുള്ള നിലയിൽ നമ്മുടെ കൂട്ടായ്മ നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. അതെങ്ങനെ നിലനിൽക്കും? എനിക്കും നിങ്ങൾക്കും മലയാളം അറിയാം, പക്ഷേ നമ്മളത് സംസാരിക്കണം, നമ്മൾ പരസ്പരം ഇടപഴകണം, നമ്മൾ പരസ്പരം മിണ്ടണം, സൗഹൃദങ്ങളും പുതിയ ബന്ധങ്ങളും സ്ഥാപിക്കണം. അതാണ് രണ്ടാമത്തെ ലക്ഷ്യം, ഈ ഒരു കൂട്ടായ്മ നിലനിൽക്കാനുള്ളത്. രണ്ടാമത്തെ അടിസ്ഥാനപരമായ കാര്യം അതാണ്. അതിനുവേണ്ടി നമ്മുടെ സമാജം എന്താണ് ചെയ്തത്? നമ്മൾ കുടുംബ സംഗമങ്ങൾ നടത്തി. കുടുംബ സംഗമങ്ങളിലൂടെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓരോ പ്രാദേശികമായ ഈ സ്ഥലങ്ങളിലുള്ള മലയാളികൾ പരസ്പരം കാണാനും പരിചയപ്പെടാനും അവർ തമ്മിൽ സൗഹൃദങ്ങളും പുതിയ ബന്ധങ്ങളും സ്ഥാപിക്കാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് കുടുംബ സംഗമങ്ങളിലൂടെ നമ്മൾ ചെയ്തത്. അതും നമ്മൾ ഏതാണ്ട് വിജയിപ്പിച്ചു എന്ന് തന്നെ പറയാം. പക്ഷേ തീർച്ചയായും അത് ഇനിയും പുരോഗതി പ്രാപിക്കാനുണ്ട്. കാരണം നമ്മൾ ഒരു പ്രാവശ്യം നടത്തി, പിന്നീട് അത് നടത്തിയില്ല. ഇനിയും ഈ വർഷം നമ്മളത് തുടർന്ന് നടത്തണം. കാരണം അങ്ങനെ നിങ്ങൾ ഒരു പരസ്പര സമാജം എന്ന് പറയുന്നത് ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റേഷൻ ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൽ പക്ഷേ അൾട്ടിമേറ്റ്ലി ഇതൊക്കെ ഡ്രൈവ് ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അല്ലാതെ സമാജം എന്ന് പറയുന്നത് ഒരു ഔട്ട്സൈഡർ അല്ലെങ്കിൽ ഒരു പ്രസിഡന്റ്, സെക്രട്ടറി അല്ല. സമാജം എന്ന് പറയുന്നത് നിങ്ങളൊക്കെ ചേർന്നതാണ്. അപ്പോൾ നമ്മുടെ ഒരു നേതൃത്വം കൊടുക്കുന്നവർ അതിന് ചെയ്യേണ്ട എന്താണ്? നിങ്ങൾക്ക് പരസ്പരം ഇടപഴകാനും പരസ്പരം സഹകരിക്കാനും ഉള്ളൊരവസരം. അപ്പോൾ അതാണ് കുടുംബ സംഗമങ്ങൾ. ഇനി മലയാളം ഭാഷയായി ആ ഭാഷയിൽ ചേർക്കുന്ന കണ്ണികളാണ് നിങ്ങൾ. ആ കണ്ണികൾ വേറിട്ട് നിന്ന് കഴിഞ്ഞാൽ ആ ചങ്ങലയ്ക്ക് ഒരു ശക്തിയില്ല, അല്ലേ? കണ്ണികൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ആ ചങ്ങലയ്ക്ക് ശക്തിയുള്ളൂ. ആ കണ്ണികളെ ഒരുമിച്ച് ചേർക്കാനായി നമ്മൾ കുടുംബ സംഗമങ്ങൾ തുടങ്ങി. പിന്നെ മൂന്നാമത് വരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? നമ്മുടെ സുരക്ഷിതത്വം. നമ്മൾ ഒരു ഭാഷാ ന്യൂനപക്ഷം എന്നുള്ള നിലയിൽ ഒരു പുറത്തെ സംസ്ഥാനത്ത് വന്ന് താമസിച്ച് ജോലി ചെയ്യുമ്പോൾ പല അവസരങ്ങളിൽ നമ്മളൊരു ഭീഷണി അല്ലെങ്കിൽ ഒരു അരക്ഷിതാവസ്ഥ അനുഭവിക്കാറുണ്ട്. പല ആൾക്കാരും അത് അനുഭവിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ ഇവിടെ ജീവിക്കുമ്പോൾ പലപ്പോഴും അങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനൊരു അരക്ഷിതാവസ്ഥ കൈകാര്യം ചെയ്യാൻ നമ്മൾ തയ്യാറാണോ, നമ്മൾ റെഡിയാണോ, നമ്മൾ പ്രിപ്പയർഡ് ആണോ എന്നുള്ളതാണ് ചോദ്യം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സോഷ്യൽ ആക്ഷൻ ഫോഴ്സ് ഉണ്ടാക്കിയത്. സോഷ്യൽ ആക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ ഇടയിലുള്ള സാമൂഹ്യ സേവന തൽപരരായ മലയാളികളുടെ ഒരു കൂട്ടായ്മയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അവരൊക്കെ സഹായിക്കും എന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മൾ ആ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് പലപ്പോഴും നമുക്ക് സഹായകമായിട്ടുമുണ്ട്. കാരണം പലപ്പോഴും നമ്മൾ ഫണ്ട് റൈസിങ് നടത്തിയിട്ടുണ്ട്. അതുപോലെ മരണങ്ങളുടെ കാര്യത്തിലായാലും മറ്റ് എമർജൻസി ആയാലും നമ്മൾ ആ സോഷ്യൽ ആക്ഷൻ ഫോഴ്സ് മൊബിലൈസ് ചെയ്ത് നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അതൊരു യന്ത്രം നമ്മൾ എപ്പോഴും ഓയിൽ ചെയ്ത് സ്റ്റാർട്ടാക്കി വെക്കണം എന്ന് പറയുന്നത് പോലെ ഈ സോഷ്യൽ ആക്ഷൻ ഫോഴ്സിന് എപ്പോഴും പണി എന്ന് വരില്ല. അപ്പോൾ നമ്മൾ പണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം, എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കണം സോഷ്യൽ ആക്ഷൻ ഫോഴ്സിലൂടെ. നമ്മൾ ഇതിനിടെ സെൻറ്റ് ക്ലാരറ്റ് ആശ്രമത്തിൽ പോയി കുറേ സന്നദ്ധ സേവനം നമ്മളവിടെ ചെയ്തു. കുറേ വസ്ത്രങ്ങളും ഭക്ഷണ സാമഗ്രികളൊക്കെ നമ്മൾ കൊടുത്തു. അതുപോലെ എല്ലാ മാസവും ഈ സോഷ്യൽ ആക്ഷൻ ഫോഴ്സ് നമ്മൾ മൊബിലൈസ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു എമർജൻസി സിറ്റുവേഷൻ വരികയാണെങ്കിൽ അവരൊക്കെ കൂടി ചേർന്ന് നമ്മളെല്ലാവരെയും സഹായിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം നമുക്കുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഭാഷയായി, ആ ഭാഷയിലൂടെ നിങ്ങളെ കൂട്ടിയിണക്കാനുള്ള കുടുംബ സംഗമങ്ങളായി, നിങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടുള്ള സോഷ്യൽ ആക്ഷൻ ഫോഴ്സ് റെഡിയായി. വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങളെല്ലാം നമ്മളെ സമാജത്തെ സംബന്ധിച്ചിടത്തോളം റെഡിയാണ്. ഇതിനൊന്ന് വിപുലീകരിച്ച് ഒന്നൊന്ന് പൊലിപ്പിച്ചെടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ പിന്നെയും ഒരു കാര്യം കൂടി പറയാനുള്ളത് നമ്മുടെ ഫൈനാൻസാണ്. നമുക്ക് സാമ്പത്തികം ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റൂ എന്നുള്ള ഒരു ധാരണയും നമുക്കുണ്ട്. പക്ഷേ ഒരു കണക്കിന് പറയുമ്പോൾ മുംബൈയിലെ അനുഭവം വെച്ച് നോക്കുമ്പോൾ ഒരുപാട് പണം, കാശ് ഒരു സംഘടനയുടെ കയ്യിൽ ഉണ്ടാവുന്നതും അല്പമൊക്കെ അപകടം സൃഷ്ടിക്കുന്നതാണ്. കാരണം അവിടെ പിന്നെ അതിനുള്ള വടംവലിയും പിന്നെ ആ ഒരു അധികാര വടംവലികളും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകും. പണമില്ലാത്ത സംഘടന ആർക്കും വേണ്ട, പണമുള്ള സംഘടന പലർക്കും വേണം. പക്ഷെ പണമില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്താനും. ഇപ്പം നമുക്കൊരു ഉദാഹരണം ഞാൻ പറയാം. സിൽവർ ജൂബിലി നടത്തുമ്പോൾ നമുക്ക് ഭീമമായ ചിലവുണ്ടായിരുന്നു. അന്നേരം നമ്മൾ ഒരു മാസം കൊണ്ട് 2.5 ലക്ഷം രൂപ പിരിച്ചു, നിങ്ങളൊക്കെ കൂടി സഹായിച്ചു. അതുപോലെ ഇപ്പോൾ നമുക്ക് വാർഷികാഘോഷത്തിന് ചെറിയ ചിലവേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചെറിയ തുകയെ വേണ്ടി വരുന്നുള്ളൂ. 80,000 80,000 രൂപ നമ്മൾ പിരിച്ചു.
അതുപോലെ പലപ്പോഴും നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായാലും നമ്മളൊരു ടാർഗറ്റ് വെച്ച് പിരിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ആ ടാർഗറ്റ് എക്സീഡ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങളുടെയൊക്കെ കയ്യിലുള്ള പൈസ നമ്മുടെയൊക്കെ പൈസ തന്നെ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കോൺഫിഡൻസ് നമ്മുടെ കയ്യിലുണ്ട്. അതായത് ഒരാവശ്യം വന്നാൽ നിങ്ങളെല്ലാവരും സഹകരിച്ചാൽ ഒരു വലിയ മുതൽ മുടക്ക് നടത്താനും നമുക്ക് സാധിക്കും എന്നുള്ളൊരു ധൈര്യം നമുക്കുണ്ട്. അത് നമ്മുടെ അക്കൗണ്ട് കടന്നു പോലും നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ട് കടന്നു പോലും എല്ലാം കണക്ക് തന്നെ. പക്ഷെ എന്നിരുന്നാലും നമുക്ക് അത്യാവശ്യം സംഘടന മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാമ്പത്തികമൊക്കെ വേണം. അതിനുള്ള ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുമായിട്ട് നമ്മൾ തീർച്ചയായും സമീപിക്കുന്നതായിരിക്കും. പിന്നെ അവസാനമായി പറയാനുള്ളത്, ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും അതുപോലെ ഒരു പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു സംഘടന എന്നുള്ള നിലയിൽ നമ്മളെ സമാജത്തിൻ്റെയും ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹമാണ്. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയമാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ നമ്മളോടുള്ള സ്നേഹമാണ് നമ്മുടെ സമ്പത്ത്. ആ സമ്പത്തിന് ഒരു കുറവും ഒരിക്കലും വരില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.